Hello all, I'm Anu here from Gems Abroad. ഇന്ന് നമ്മൾ മെയ്റ്റ്സ് വിസ ഓസ്ട്രേലിയയെ പറ്റിയാണ് നോക്കുന്നത്. മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സബ് ക്ലാസ് 403. മെയ്റ്റ്സ് വിസയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാധാരണഗതിയിൽ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് പാലിക്കാനുണ്ട്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മിനിമം 3 year എക്സ്പീരിയൻസ് മിക്ക മേഖലകളിലും ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ മെയ്റ്റ്സ് വിസയ്ക്ക് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടാലന്റഡ് ആയിട്ടുള്ള ഏർലി പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിസയാണ് മെയ്റ്റ്സ് വിസ സബ് ക്ലാസ് 403. എന്താണ് ഈ മെയ്റ്റ്സ് വിസ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടെമ്പററി വർക്ക് വിസയാണ്. ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്ത ഗ്രാജുവേറ്റ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്യാണ്. 2 വർഷം വരെ ഓസ്ട്രേലിയയിൽ ജീവിക്കുവാനും അവിടെ ജോലി ചെയ്യുവാനും ഈ ഒരു വിസ ഹോൾഡർക്ക് സാധിക്കും. അവർ മെയിനായിട്ട് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഡിമാൻഡ് ഉള്ള സെക്ടേഴ്സിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി ലാൻഡ് ചെയ്യുവാനും അവിടെ ജോലി ചെയ്യുവാനും സാധിക്കും. ഒരു എംപ്ലോയറിന്റെ സ്പോൺസർഷിപ്പ് ഒന്നും ആവശ്യമില്ല. അത് മാത്രമല്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസിനെയും ഒരുമിച്ച് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്പൗസിനെ കൂടെ കൂട്ടാൻ സാധിക്കും. എന്തൊക്കെയാണ് എലിജിബിലിറ്റി സെക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫീൽഡ് ഓഫ് സ്റ്റഡി ഏതൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റിന്യൂവബിൾ എനർജി ആണ്. പിന്നെ മൈനിങ്, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫിനാൻഷ്യൽ ടെക്നോളജി, അഗ്രികൾച്ചർ ടെക്നോളജി എന്നീ മേഖലകളിലാണ് നിങ്ങളുടെ ഗ്രാജുവേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിസ കാറ്റഗറിക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേതെങ്കിലും ഡിഗ്രി ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്, ഫീൽഡ് ഓഫ് സ്റ്റഡി മറ്റേതെങ്കിലും ആണെങ്കിൽ, ഇതിൽ പറയാത്ത ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയ്റ്റ്സ് വിസയ്ക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. വാലിഡ് പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ഏജ് റിക്വയർമെന്റ് 18-നും 30-നും ഉള്ളിലായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു വാലിഡ് രജിസ്ട്രേഷൻ ആണ്. സോ ഫസ്റ്റ് കം ഫസ്റ്റ് എന്ന ബേസിസിലായിരിക്കും രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഉണ്ടായിരിക്കണം. പിന്നെ രജിസ്ട്രേഷൻ ടൈമിൽ 25 AUD ഏകദേശം ഒരു 1500 ഇന്ത്യൻ കറൻസി നമുക്ക് രജിസ്ട്രേഷൻ്റെ സമയത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ നോക്കാം. അത് ഗ്രാജുവേഷൻ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ആപ്ലിക്കൻറ്റ് മസ്റ്റ് graduated within the last 2 years at the time of the ballot registration. ഒരിക്കലും ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് മാക്സിമം 2 year ആണ് അവർ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുമാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്കിനകത്ത് ഉള്ളതായിരിക്കണം. ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിൻ്റെ അകത്താണ് നമ്മൾ പഠിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി എങ്കിൽ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഒക്കെ ഈ ടോപ്പ് 100 NIRF ഉള്ളതാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇതിൽ ലിസ്റ്റഡ് എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫീൽഡ് ഓഫ് സ്റ്റഡി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഇവർ പറഞ്ഞിരിക്കുന്ന ഫീൽഡ് ഓഫ് സ്റ്റഡിയിലായിരിക്കണം നമ്മുടെ ഗ്രാജുവേഷൻ ഉള്ളത്. മറ്റേതെങ്കിലും ഫീൽഡിലാണ് നമ്മൾ ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു വിസയ്ക്ക് എലിജിബിൾ ആവത്തില്ല. ലാംഗ്വേജും ഹെൽത്ത് ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. IELTS ഓവറോൾ 6 ഉണ്ടായിരിക്കണം. മിനിമം 5 ഈച്ച് ബാൻഡിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ IELTSന് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റ് ഇംഗ്ലീഷ് എക്സാംസ് ആണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു സ്കോർ ഉണ്ടായിരിക്കണം. ഹെൽത്ത് റിക്വയർമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്ട്രേലിയൻ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുകൂടാതെ മെഡിക്കൽ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. മെഡിക്കൽ 1 year ആണ് അതിന് വാലിഡിറ്റി ഉള്ളത്. സോ വാലിഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാം ക്ലിയർ ചെയ്തവരായിരിക്കണം. പിന്നെ ക്യാരക്ടർ റിക്വയർമെൻറ്റ്സിൽ ഇവർ പറയുന്നത് മെയിനായിട്ട് PCC ആണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. 18 വയസ്സിന് ശേഷം ഏതൊക്കെ നാട്ടിൽ 6 മാസത്തിൽ കൂടുതലുണ്ടോ
അവിടെ നിന്നെല്ലാം നമ്മൾ PCC എടുക്കേണ്ടതായിട്ടുണ്ട്. ആകെ 3000 പ്രൈമറി ആപ്ലിക്കൻസിനെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഈ 3000 എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസിനെ അതിന് ആഡ് ചെയ്യാതെയുള്ള 3000 ആപ്ലിക്കൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ബാലറ്റ് സിസ്റ്റം, ഒരു ലോട്ടറി പോലെയാണ്. നമുക്ക് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് 3000 പേരെ അവർ റാൻഡം പിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആകെ 3000 പേർക്ക് ഇൻവിറ്റേഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. നവംബർ 1 2025 നവംബർ 1 രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. സ്റ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഡിസംബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിസംബർ 15 ഫസ്റ്റ് ഡ്രോ ഉണ്ടായിരിക്കും. ജൂൺ 30 2026 ഈ ഒരു സെലക്ഷൻ പീരീഡ് അവസാനിക്കും. സോ നമ്മൾ ഒരുപാട് ഇനി ഡിലേ ആക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡിസംബർ 14 വരെ നമുക്ക് ഈ ഒരു മെയ്ഡ്സ് വിസയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡ്രോ നമ്മൾ പറഞ്ഞ പോലെ ഡിസംബർ 15 ഉണ്ടായിരിക്കും. ജൂൺ 30 2026 ശേഷം നമുക്ക് ഇൻവിറ്റേഷൻ ഒന്നും വന്നില്ല എങ്കിൽ പിന്നീട് ഒരു ഇൻവിറ്റേഷൻ പോസിബിലിറ്റി ഇല്ല. ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഓവർവ്യൂ എങ്ങനെയാന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ടൈം നമ്മൾ പറഞ്ഞല്ലോ, ഒരു 225 AUD നമുക്ക് രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനുശേഷം നമ്മുടെ വിസ ഗ്രാൻഡ് ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് ചെല്ലുവാൻ സാധിക്കും. ബാലറ്റ് രജിസ്ട്രേഷൻ ആണ്. 25 AUD രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യം പറഞ്ഞു നമ്മൾ. പിന്നെ ബാലറ്റ് റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്, ഒരു ലക്കി ഡ്രോ പോലെയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഈ വിസ പ്രോസസ്സിങ്ങിന് സമയത്ത്, വിസ സബ്മിഷന് സമയത്ത് 365 AUD ഉണ്ട്. ഇൻവിറ്റേഷൻ കിട്ടി വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 365 AUD, ഏകദേശം ഒരു 21,000 റുപ്പീസോളം നമുക്ക് വിസ ഫീസ് വരുന്നുണ്ട്. അതിപ്പോ കൂട്ടത്തിൽ ഡിപ്പെൻഡന്റും ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഫീസ് ബാധകമാണ്. അഡീഷണൽ ആയിട്ട് അവർക്കും ഈ ഒരു വിസ ഫീസ് വരും. 365 AUD തന്നെയാണ് വരുന്നത്. ഇനി ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് 95 AUD. അതെല്ലാം ഇൻവിറ്റേഷൻ കിട്ടിയതിനു ശേഷം വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് വരുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എലിജിബിലിറ്റി ചെക്ക് ആണ്. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ആണ്, പക്ഷെ ഓരോ സ്റ്റേജസും വളരെ കൃത്യമായി, പ്രത്യേകിച്ച് ഈ ഡോക്യുമെന്റേഷൻ പാർട്ടൊക്കെ വരുമ്പോഴത്തേന് വളരെ കൃത്യമായി ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ എത്ര നാൾ വരെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ് ടു 2 years ആണ് ഓസ്ട്രേലിയയിൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനും അവിടെ താമസിക്കാനും പറ്റും. ഫുൾ ടൈം എംപ്ലോയറും സ്പോൺസർഷിപ്പും ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പം ഈ മേഖലയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏത് ജോലി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡിപ്പെൻഡന്റിനും നമ്മുടെ കൂടെ തന്നെ വരാൻ സാധിക്കും. ഓസ്ട്രേലിയയുടെ വൈഡ് മൊബിലിറ്റി, ഏത് പ്രൊവിൻസിൽ പോയി വേണമെങ്കിലും നമുക്ക് ലാൻഡ് ചെയ്യാം. ഏത് പ്രൊവിൻസിൽ വേണമെങ്കിലും ജോലി ചെയ്യാം. ഒരു റെസ്ട്രിക്ഷൻസും ഈ ഒരു വിസ ഹോൾഡർക്കോ അദ്ദേഹത്തിന്റെ ഡിപ്പെൻഡന്റിനോ ഇല്ല. ഓസ്ട്രേലിയൻ വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ മെയ്ഡ്സ് വിസ. ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇപ്പൊ നമ്മളുടെ ഡിപ്പെൻഡന്റും കൂടെ വരുന്ന സ്ഥിതിക്ക് അവർക്കും ഫുൾ ടൈം വർക്ക് ചെയ്യാൻ സാധിക്കും. ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇതൊരു PR പ്രോസസ്സിലേക്കുള്ള ഒരു പാത്വേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ടെമ്പററി വിസയാണ്.
അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്രോഗ്രാമിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് 2 വർഷം അവിടെ ജീവിക്കാം, ഫുൾ ടൈം വർക്ക് ചെയ്യാം. അത്ര മാത്രമാണ് ഈ വിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റിക്വയർമെന്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ടോപ്പ് 100 NIRF ലിസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു വിസ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഗ്യാരണ്ടി ഒന്നും ജോലിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും പിന്നെ ഒരു ജോലി സംഘടിപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പൊ അതിനുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. മേറ്റ്സ് വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് ജസ്റ്റ് പാസ്പോർട്ടിന്റെ കാര്യം മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പാസ്പോർട്ടും വാലിഡ് പാൻ കാർഡും ഒക്കെ മതിയായിരുന്നു. പക്ഷേ ഇനി നമ്മൾ വിസ ആപ്ലിക്കേഷന്റെ സമയത്ത് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി, ഇനി നമ്മൾ വിസയ്ക്ക് വെക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. വാലിഡ് പാസ്പോർട്ട് എന്തായാലും വേണം, വാലിഡ് പാൻ കാർഡ് വേണം, പിന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സിന്റെ കൂടെ ട്രാൻസ്ക്രിപ്റ്റും ഫ്രം ദ യൂണിവേഴ്സിറ്റി വേണം, പിന്നെ പ്രൂഫ് ഓഫ് NIRF ടോപ്പ് 100 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ പഠിച്ചിറങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രൂഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കണം. പിന്നെ ലാംഗ്വേജിന്റെ എക്സാം ക്ലിയർ ചെയ്തത് IELTSന്റെ നമ്മൾ പറഞ്ഞു 6 ആണ് ഓവറോൾ വേണ്ടത്, ഇൻഡിവിജ്വൽ 5 ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് 3 months ഉള്ളതായിരിക്കണം. മിനിമം നമ്മുടെ കയ്യിൽ 5,000 AUD 5,000 AUD എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇന്ത്യൻ കറൻസി 3 lakh rupeesനടുത്ത് മിനിമം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അത് 3 മാസമെങ്കിലും പഴക്കമുള്ള ഒരു ഫണ്ട് ആയിരിക്കണം. പെട്ടെന്ന് കൊണ്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് ഒരു ഫണ്ട് ആവരുത്. അഡീഷണൽ റിക്വയർമെന്റ്സ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഹെൽത്ത് എടുത്തിട്ടുണ്ടായിരിക്കണം. ഹെൽത്തിന്റെ എക്സാമിന് ഒരു 1 year ആണ് വാലിഡിറ്റി ഉള്ളത്. സോ വാലിഡ് ആയിട്ടുള്ള ഹെൽത്ത് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ പ്രൂഫ് ഓഫ് സെലക്റ്റഡ് ഇൻ ദ ബാലറ്റ് നമുക്കൊരു മെയിൽ ഉണ്ടായിരിക്കും, അത് നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. ആ സമയത്ത് നമ്മൾ പറഞ്ഞു AUD 365 ഏകദേശം 21,000 rupeesോളം നമുക്ക് ആപ്ലിക്കേഷൻ വിസ ഫീസ് വരുന്നുണ്ട്. അതും നമ്മൾ ആ സമയത്ത് കരുതണം. വിസ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു, രജിസ്ട്രേഷൻ AUD 25, വിസ ആപ്ലിക്കേഷൻ ഫീസ് 365 ആണ്. പിന്നെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ആയിട്ട് 5,000 AUD നമ്മൾ പറഞ്ഞു, ഏകദേശം 3 lakh rupeesനടുത്തെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എമൗണ്ട് 3 മാസമെങ്കിലും പഴക്കമുള്ള ഒരു FDയോ സേവിങ്സ് അക്കൗണ്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ 3 months വാലിഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് പ്രൂഫ് ആ സമയത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഒന്നുകൂടി നമുക്ക് നോക്കാം. ബാലറ്റ് രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു 25 AUD, വിസ ഫീസ് 365 AUD, പിന്നെ സേവിങ്സ് മിനിമം ആണ് 5,000 പറയുന്നത്. പക്ഷേ ഐഡിയലി ഒരു 7,000 to 10,000 ഏകദേശം ഒരു 5 lakh rupees എങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് 3 monthsന്റെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന ഫണ്ട് ആവരുത്. പിന്നെ FD ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അതും ഒരു മിനിമം കുറച്ച് നാളുകൾക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് FD ആയിട്ട് ഒരിക്കലും വരരുത്. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ, സ്പൗസ് നമ്മുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ പ്രൂഫ് ഓഫ് ഫണ്ട് കൂട്ടിയെടുക്കണം. ഇംഗ്ലീഷ് റിക്വയർമെന്റ്സ് IELTS ഓവറോൾ 6ഉം ഇൻഡിവിജ്വൽ ആയിട്ട് ഈച്ച് ബാൻഡ് 5ഉം ഉണ്ടായിരിക്കണം. ഇനി അതല്ല ഇപ്പൊ TOEFL ആണെങ്കിലും മിനിമം സ്കോർ 79 ഉണ്ടായിരിക്കണം. ഇനി PT അക്കാദമിക് ആണ് എടുക്കുന്നതെങ്കിൽ മിനിമം സ്കോർ 50 ഉണ്ടായിരിക്കണം. അപ്പോൾ ടെസ്റ്റിന്റെ റിസൾട്ട് ഈ ഒരു പ്രോസസ് തീരുന്നവരേക്കും വാലിഡ് ആയിരിക്കണം. സാധാരണഗതിയിൽ ഇംഗ്ലീഷിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് 2 വർഷമാണ് വാലിഡിറ്റി വരുന്നത്. നമ്മുടെ ഈ പ്രോസസ്സ്, ഈ വിസ പ്രോസസ്സിങ് കഴിയുന്നത് വരേക്കും നമ്മുടെ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് റിസൾട്ട് വാലിഡ് ആയിരിക്കണം.
നമ്മൾ പറഞ്ഞല്ലോ NIRF ടോപ്പ് 100 ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ, അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഈ NIRF ലിസ്റ്റഡ് ആയിരിക്കണം, അതവർ ചെക്ക് ചെയ്യും. പിന്നെ നമ്മളുടെ ഡിഗ്രീസ് ഈ ഒരു പ്രോഗ്രാമിന് എലിജിബിൾ ആണോ എന്ന് നോക്കണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഈ പ്രോഗ്രാംസ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് അവർ തറോ ചെക്ക് ചെയ്യും. അത് ഇനീഷ്യൽ അസസ്മെന്റും ഡോക്യുമെന്റ് പ്രിപ്പറേഷനും ആപ്ലിക്കേഷൻ ഡിക്ലറേഷൻ, ഫൈനൽ വെരിഫിക്കേഷൻ, ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം അവർ റിവ്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രൂഫും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റാങ്കിങ് പ്രൂഫും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വിസ ഔട്ട്കം വരുന്നത്. മെഡിക്കൽ എക്സാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മെഡിക്കൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. 1 year ആണ് മെഡിക്കലിന് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ആ ഒരു നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രോസസ്സ് തുടങ്ങി കഴിയുമ്പോഴത്തേനും തന്നെ നമുക്ക് മെഡിക്കൽ എല്ലാം എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. കാരണം 12 months ഈ മെഡിക്കൽ വാലിഡ് ആണ്. PCCയും 6 months വാലിഡ് ആണ്. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും തന്നെ നമുക്ക് PCCയും എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എപ്പോഴും മെഡിക്കൽ നമ്മൾ അപ്പോയിൻമെന്റ് കിട്ടാനും ഒക്കെ കുറച്ച് സമയം വരുന്ന പ്രോസസ്സാണ്. സോ PCCക്ക് ആണെങ്കിലും ചിലപ്പോൾ സമയമെടുക്കും. ഇൻവിറ്റേഷൻ കിട്ടിയതിന് ശേഷം ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പോയാൽ ഒരുപക്ഷെ നമ്മുടെ സമയം ഒരുപാട് പോവും. കാരണം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 1 month സമയമാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അവർ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വന്നാൽ നമ്മുടെ ഇൻവിറ്റേഷൻ ഇൻവാലിഡ് ആയി പോകും, നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സാം ആണെങ്കിലും ഈ മെഡിക്കൽ ആണെങ്കിലും PCC ആണെങ്കിലും ഇൻവിറ്റേഷൻ കിട്ടുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാതെ തന്നെ ഈ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോസസ്സ് ഒട്ടും ഡിലേ ആവാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒറിജിനൽ ഡോക്യുമെന്റ്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ സേഫാക്കി വെക്കുക. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് ആണെങ്കിലും എന്ത് ഡോക്യുമെന്റ്സ് ആണെങ്കിലും ഒറിജിനൽ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നിട്ട് ക്ലിയർ സ്കാൻ കോപ്പി ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഓസ്ട്രേലിയൻ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി ഡിപ്പെൻഡൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നമുക്ക് പറയാം. അവർക്ക് ഈ 3000 നമ്പേഴ്സിൽ അവർ പെടുന്നില്ല. ഫസ്റ്റ് ആപ്ലിക്കൻസ് 3000 ആണ് അവർ വിസയ്ക്ക് വിളിക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കൻസിൻ്റെ കൂടെയുള്ള ഡിപ്പെൻഡൻസിനെ അത് ബാധിക്കുന്നില്ല. പിന്നെ ഇവരുടെ കൂടെ സ്പൗസിനും കുട്ടികൾക്കും ഒരുമിച്ച് അങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ സാധിക്കും. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവരും കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അഡീഷണൽ ആയിട്ട് ഇവർക്കും വിസ ഫീസും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻറ്റിന് പ്രത്യേകിച്ച് എന്തൊക്കെയാണോ ഈ ഫസ്റ്റ് ആപ്ലിക്കൻ്റ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഡിപ്പെൻഡൻറ്റും ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിലും PCC ആണെങ്കിലും ഡിപ്പെൻഡൻറ്റും എടുത്തിരിക്കണം. ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻസിനും നേരത്തെ തന്നെ നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും 2 പേരുടെയും ഒരുമിച്ച് തന്നെ ചെയ്യുക. അഡീഷണൽ ഫീസ് ഉണ്ട് അവർക്ക്. അപ്പോൾ നമുക്ക് അഡീഷണൽ ഫീസ് വരുന്നത് ഇപ്പം നമ്മുടെ വിസ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ വിസ ഫീസ് അവർക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിന് മാരേജ് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ വെക്കണം. ഒപ്പം തന്നെ ഇപ്പം ജോയിൻ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കും. പിന്നെ ഡിപ്പെൻഡൻസും ഈ ഹെൽത്തും PCCയും നമ്മൾ പറഞ്ഞല്ലോ എടുത്തിട്ടുണ്ടായിരിക്കണം. ടൈം ലൈൻ ആൻഡ് പ്ലാനിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതൊരു ഇപ്പം എന്താണെങ്കിലും ഈ പ്രോസസ്സിങ് നടക്കുകയാണ്. എല്ലാ വർഷവും ഈ മെയ്റ്റ്സ് വിസ അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു 3 to 4 months ബിഫോർ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം നമുക്ക് എല്ലാത്തിനും ഇപ്പം ഫണ്ട് അറേഞ്ച് ചെയ്യാനാണെങ്കിലും ഇംഗ്ലീഷിൻ്റെ എക്സാം ക്ലിയർ ചെയ്യാനാണെങ്കിലും അപ്പം നമുക്ക് സമയം കിട്ടും.
പിന്നെ ഡോക്യുമെന്റ്സും ബാക്കി കാര്യങ്ങളെല്ലാം 1 month ബിഫോർ തന്നെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ഡിലേ ആക്കാതെ തന്നെ പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ രജിസ്ട്രേഷൻ പീരീഡ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോയി. നവംബർ 1 മുതൽ ഡിസംബർ 14 വരെയാണ് രജിസ്ട്രേഷൻ പീരീഡ് ഉള്ളത്. അപ്പോൾ ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇനിയും ചെയ്യാൻ സമയമുണ്ട്. ഇനിയിപ്പം ഒട്ടും പറ്റുന്നില്ല, ഈ പ്രാവശ്യത്തെ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നെക്സ്റ്റ് ഇയറും ഇതുപോലെ വരും. മീറ്റ്സ് വിസ അവർ ഇൻവൈറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് 3-4 മാസം മുൻപേ തന്നെ ഈ പ്രോസസ് ഒക്കെ ചെയ്ത് തുടങ്ങാവുന്നതേ ഉള്ളൂ. കീ മൈൽ സ്റ്റോൺ ഫോർ സക്സസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, എലിജിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് 18 years to 30 years ആണ് ഏജിൻ്റെ കാറ്റഗറി വരുന്നത്. ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. NIRF റാങ്കിങ്ങിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചവരായിരിക്കണം. ഫീൽഡ് ഓഫ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ആവശ്യപ്പെടുന്ന കാറ്റഗറിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളായിരിക്കണം. ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റിൻ്റെയും പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സും പ്രൂഫ് ഓഫ് ഫണ്ടും എല്ലാം വളരെ കൃത്യമായി ക്ലിയർ സ്കാൻ കോപ്പി എടുത്തിട്ടുണ്ടായിരിക്കണം. ബാലറ്റ് രജിസ്ട്രേഷൻ ആണ് നമ്മൾ പറഞ്ഞു, നവംബർ 1 മുതൽ 14 വരെ, ഡിസംബർ 14 വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ റിസൾട്ട് വരുന്നത്, ഫൈനൽ കോള് വരുന്നത് June 30, 2026 അപ്പോൾ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റിൽ ഓപ്പൺ ആണ്. സാധാരണ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡോക്യുമെന്റേഷൻ പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരാറ്. മിക്കവാറും ഇവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാതെ ആയിരിക്കും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ മിസ്സിംഗ് ഡോക്യുമെന്റ്സ് വരാറുണ്ട്. മിസ്സിംഗ് ഡോക്യുമെന്റ്സ് കൂടുതലായിട്ടും വരുന്നത് പ്രൂഫ് ഓഫ് ഫണ്ടിന്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഡോക്യുമെന്റ്സ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അല്ല എങ്കിൽ റിജക്ഷന് ചാൻസ് കൂടുതലാണ്. പിന്നെ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് നമ്മൾ ഇപ്പം എങ്ങാനും അതിൻ്റെ 2 year വാലിഡിറ്റി കഴിഞ്ഞൊരു ടെസ്റ്റ് റിസൾട്ട് ഒക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ടിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഫണ്ട്, ഇതൊക്കെ നമുക്ക് റിജക്ഷൻസിന് പോസിബിലിറ്റീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സമയം, ഡെഡ് ലൈൻ December 14 ആണ്. അതിന് മുൻപ് രജിസ്റ്റർ ചെയ്യണം. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പോർട്ടലിൽ കൂടെ തന്നെ വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും നമ്മുടെ സമയം, അതായത് June 30, 2026 വരെയാണ് നമ്മുടെ കോള് ഡ്രോ അവർ ചെയ്യത്തുള്ളൂ. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 5000 AUD മിനിമം അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. പ്രൂഫ് ഓഫ് ഫണ്ട് നമ്മൾ കാണിക്കുന്നത് അവർ ശ്രദ്ധിക്കും. അതിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിജക്ഷന് ചാൻസ് ഉണ്ട്. സോ മാക്സിമം, മിനിമം 5000 ആണെങ്കിലും മാക്സിമം ഫണ്ട് അക്കൗണ്ടിൽ കരുതാൻ ശ്രദ്ധിക്കണം. 3 month സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് അവിടെ ചെന്നാൽ ജോലി ഗ്യാരണ്ടി ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഒന്നിനും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. സോ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ച് ഇൻ കേസ് കുറച്ച് നാൾ ജോലി കിട്ടാൻ വൈകിയാലും നമുക്ക് അവിടെ ജീവിക്കാനുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അതനുസരിച്ച് ഫണ്ട് കരുതിയിട്ടുണ്ടാവണം. ഇനി അവിടെ എത്തിക്കഴിഞ്ഞുള്ള കാര്യങ്ങൾ, അതിനെത്തുന്നതിന് തൊട്ട് മുൻപുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ജോബ് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ജോബ് പോർട്ടൽസിൽ രജിസ്റ്റർ ചെയ്തിടാം. പിന്നെ ഒരു ഗുഡ് നെറ്റ്വർക്ക് അവിടെയുള്ള പ്രൊഫഷണൽസും ഒക്കെ ആയിട്ട് ഒരു റാപ്പോ ഒക്കെ ഉണ്ടാക്കിയിടാൻ ശ്രമിക്കണം. ആരെങ്കിലും അവിടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജോലിയുടെ കാര്യമൊക്കെ
മുൻകൂട്ടി തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നോക്കാൻ ശ്രമിക്കണം. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ മസ്റ്റാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിൽ 5000 AUD ഉണ്ടായിരിക്കണം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ്ങും പിന്നെ ജോലി പെട്ടെന്ന് തന്നെ ആയില്ലെങ്കിൽ ആ ഒരു സമയം മീറ്റ് ചെയ്യാനുള്ള ഫിനാൻസ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ടാക്സ് ഓബ്ലിഗേഷനെ പറ്റിയൊക്കെ ഒരു നോളജ് ഇവിടുന്ന് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്, ഏത് പ്രൊവിൻസിലാണ് നമുക്ക് ചെന്നാൽ ജോലി സാധ്യത കൂടുതലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒക്കെയും ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി വേണം മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ ചെല്ലാനായിട്ട്. സോ അതെല്ലാം നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സോഷ്യൽ കണക്ഷൻസ് ഒക്കെ വെക്കുക. നമുക്ക് ആ മേഖലകളിൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒരു റാപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും മറ്റുമൊക്കെ നമുക്കൊരു സഹായമായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ജസ്റ്റ് നമുക്കൊരു സമ്മറി പോലെ നോക്കാം. അപ്പോൾ ഈ ഒരു മെയ്ഡ്സ് വിസ കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 വർഷം വരെ നമുക്ക് ഓസ്ട്രേലിയയിൽ താമസിക്കാം, ഫുൾ ടൈം വർക്ക് ചെയ്യാൻ സാധിക്കും. നവംബർ 1 അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 14 വരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഡ്രോ വരുന്നത് ഫസ്റ്റ് ബാലറ്റ് ഡ്രോ ഡിസംബർ 15 ഡിസംബർ 15, 2025 ഫസ്റ്റ് ബാലറ്റ് ഡ്രോ ഉണ്ടായിരിക്കും. ജൂൺ 30 വരെ ആണ് ഈ ഒരു കാറ്റഗറി സെലക്ഷൻ പീരീഡ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻവിറ്റേഷൻ ഒന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. 3000 പ്രൈമറി വിസ ആപ്ലിക്കൻസിനെയാണ് അവർ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും ഡിലേ ആക്കാതെ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അവൈലബിലിറ്റി 3000 ആൾക്കാരെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന്. സോ എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എലിജിബിലിറ്റി നമ്മൾ ഏജ് പറഞ്ഞു, ഒരിക്കൽ കൂടെ പറയുകയാണ്. 18-നും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെയാണ് അവർ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി NIRF റാങ്കിങ്ങിൽ ഉള്ളതായിരിക്കണം. 100 യൂണിവേഴ്സിറ്റി ടോപ്പ് 100 യൂണിവേഴ്സിറ്റിയിൽ ഒന്നായിരിക്കണം നമ്മൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി. പിന്നെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം, പാൻ കാർഡും വാലിഡ് പാൻ കാർഡ് ആയിരിക്കണം, നമ്മുടെ ഡിഗ്രി ട്രാൻസ്ക്രിപ്റ്റ് എല്ലാം ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷിൻ്റെ പ്രൊഫഷൻസി പ്രൂഫ് വാലിഡ് ആയിട്ടുള്ള ഒരെണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, മെഡിക്കൽ PCC എല്ലാം നമ്മൾ പറഞ്ഞു. രജിസ്ട്രേഷൻ ഒന്നും കൂടി പറയാണ്, നവംബർ 1 സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ 14 വരെ നമുക്ക് സമയമുണ്ട്. അതുവരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മിനിമം നമ്മുടെ അക്കൗണ്ടിൽ 5000 AUD, അതായത് നിയർ ബൈ 3 lakh rupees നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണം. അത് ഒരു 3 മാസമെങ്കിലും പഴക്കമുള്ള ഒരു ഫണ്ട് ആയിരിക്കണം. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു മെയ്ഡ്സ് വിസയെ പറ്റി മനസ്സിലാക്കുന്നത്. എന്താണ് മെയ്ഡ്സ് വിസ എന്നും എങ്ങനെയാണ് ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് എന്നും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് തനിയെ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ അസിസ്റ്റൻസ് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിക്വയർമെൻ്റ് ആണ് ലാംഗ്വേജ് ടെസ്റ്റ് സ്കോർ. ഇൻവിറ്റേഷൻ കിട്ടി യൂഷ്വലി 30 ഡേയ്സിനുള്ളിൽ നമുക്ക് എല്ലാ ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ വരുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഇംഗ്ലീഷ് സ്കോർ കാർഡ്. വിസയ്ക്ക് റിക്വയർഡ് സ്കോർ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് 30 ഡേയ്സിനുള്ളിൽ ഈ റിക്വയർഡ് സ്കോർ എടുക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ എക്സ്പേർട്ട് ടീം അതിനായി നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിനായി ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്